പാകിസ്ഥാന് നേരെ ബ്രഹ്മോസ് പ്രയോഗിച്ചതായി സ്ഥിരീകരിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഭൂജ് വ്യോമതാവളത്തിലെ സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്താണ് പ്രതിരോധ മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ആദ്യം പ്രതികരണത്തിലേക്ക്. ये पूरे विश्व ने देख लिया है ब्रह्मोस मिसाइल की ताकत को तो पाकिस्तान ने खुद स्वीकार कर लिया है। हमारे देश में एक कहावत काफी पुरानी है और वह है दिन में तारे दिखना। मगर भारत में बनी ब्रह्मोस मिसाइल ने पाकिस्तान को रात के अंधेरे में दिन का उजाला दिखा दिया है. ശരി, അബ്ദുൾ റഷീദ് ചേരുകയാണ്. റഷീദ്, ഇത്തരത്തിൽ ബ്രഹ്മോസ് പ്രയോഗിച്ചുള്ള വാർത്തകളൊക്കെ തന്നെ അഭ്യൂഹങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി അക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ വജ്രായുധമാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൊരു സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഗുജറാത്തിലെ ഭുജ് വ്യോമതാവളത്തിൽ സേനാ മേധാവികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും പാകിസ്ഥാന് നേരെ ബ്രഹ്മോസ് പ്രയോഗിച്ചിട്ടുണ്ട്, അതിന്റെ ഒരു ശക്തി പാകിസ്ഥാൻ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം പാകിസ്ഥാനെതിരെ കർശനമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തന്നെ ഒരു ഉറപ്പ് കൂടി വരുത്തിയിരിക്കുകയാണ് രാജ്നാഥ് സിംഗ്. പ്രധാനമായും ഈ IMF-മായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ, അതായത് IMF കഴിഞ്ഞ 2 ദിവസം മുമ്പ് 8500 കോടി രൂപ ധനസഹായം പാകിസ്ഥാന് പ്രഖ്യാപിച്ചിരുന്നു. ഈ ധനസഹായവുമായി ബന്ധപ്പെട്ട ലഷ്കർ-ഇ-തോയ്ബയുടെയും അതോടൊപ്പം ISIയുടെയും ഇന്ത്യ തകർത്തിട്ടുള്ള കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത്, അതായത് പാകിസ്ഥാൻ സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ള. ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട പണം നൽകുന്നതിനെതിരെയും അതോടൊപ്പം ഈ പണം ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന വേണമെന്നും ഇപ്പോൾ IMF-നോട് ആവശ്യപ്പെടുമെന്നും ഇപ്പോൾ രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള കർശന നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നുള്ള കാര്യവും ഇപ്പോൾ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഈ ബ്രഹ്മോസ് ഉപയോഗിച്ച് എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കേന്ദ്ര വൃത്തങ്ങളുടെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊരു സ്ഥിരീകരിക്കുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. റഷീദ്, അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ബ്രഹ്മോസ് മിസൈലുകളുടെ ശക്തി പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു എന്നൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ശക്തമായ നടപടികളുമായിട്ട് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോയത് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ബ്രഹ്മോസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു അഭ്യൂഹത്തിനൊക്കെ തന്നെ ഒരു മാറ്റം വന്നിരിക്കുവാണ് റഷീദ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നേരത്തെ തന്നെ ഇന്ത്യയുടെ നിരവധി വജ്രായങ്ങൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട സൂചനകൾ സേനാ വിഭാഗങ്ങൾ നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ പിന്നാലെയാണ് ഇത്തരത്തിൽ ബ്രഹ്മോസിന്റെ ഒരു പ്രയോഗവുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരണങ്ങളൊക്കെ തന്നെയും നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നാലും ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി തന്നെ അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ബ്രഹ്മോസ് മാത്രമല്ല, നേരത്തെ ആകാശ്, അതായത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്തിട്ടുള്ള വജ്രായുധമായിട്ടുള്ള ആകാശ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ സേനാ വിഭാഗങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ ബ്രഹ്മോസ്, അതായത് കൃത്യമായിട്ടുള്ള ഇടപെടൽ പാകിസ്ഥാനെ എതിരെ നടത്താൻ ഇന്ത്യക്ക് ബ്രഹ്മോസുമായി ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലൊരു ഇടപെടൽ നടത്താൻ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. പ്രത്യേകിച്ച് മുദിരിക്കയിലും അതോടൊപ്പം ബഹവൽപൂരിലുമുള്ള മുഹമ്മദ് ജയ്ഷയുടെയും അതോടൊപ്പം ഈ ISIയുടെയും ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്നതിനാവശ്യമായിട്ടാണ് ഈ ബ്രഹ്മോസിന്റെ ഒരു പ്രവർത്തനം പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം ഇപ്പോൾ രാജ്നാഥ് സിംഗ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യ കൃത്യമായിട്ടുള്ള ഇടപെടൽ, വിവിധ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നത് തന്നെയാണ് നമുക്ക് ഈ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ശരി, വ്യക്തമാണ്. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.